ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളൊരു കല്യാണത്തിന് പോകണം. എവിടെയാണെന്നറിയോ? തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ. നമ്മളെ കൂടെ അവിടെ ഗൾഫിലുണ്ടായിരുന്ന ഒരു കൂട്ടുകാരൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവിടെ താനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്, അതായത് നമ്മളെ നാട്ടിൽ തന്നെ. അപ്പോൾ ആ യാത്രാ വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. യാത്രാ വിശേഷങ്ങൾ മാത്രമല്ല, അവിടെ പോയിട്ട് കല്യാണ വിശേഷങ്ങളും എല്ലാം. അപ്പോൾ എൻ്റെ കൂടെയുള്ള നമ്മളെ അനീഷ് ഉണ്ട്, പിന്നെ നമ്മളതാ വേറൊരു ശങ്കുണ്ട് അവിടെ, അവൻ കോളിലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു തമിഴ്നാട്ടിലത്തെ കല്യാണം കൂടാൻ പോകുന്നത്. അപ്പോൾ പോയോക്കട്ടെ എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ നമ്മളെ ട്രെയിൻ വരാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മളെ ട്രെയിന് 6:15 വരും എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ടുണ്ട്. ഡോക്ടർ MG रामचंद्रन सेंट्रल रेलवे स्टेशन मेल सुपरफास्ट एक्सप्रेस थोड़ी ही देर में प्लेटफॉर्म क्रमांक. അങ്ങനെ 3/4 മണിക്കൂറിന് ശേഷം നമ്മുടെ ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്രെയിൻ കേട്ടോ, ഇതിലാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ട്രെയിനിൽ, നല്ല യാത്രക്കാർ ഫുള്ളാണ് ട്രെയിനിൽ. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലാണുള്ളത്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ. അവിടെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതിന് മുമ്പൊന്നും താനൂരിൽ നിന്ന് കയറിയ മുതൽ ഇതുവരെ ഫോൺ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അത്രക്കും തിരക്കായിരുന്നു ഫോണിൽ വണ്ടിയിൽ. ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അപ്പോൾ നമ്മൾ ഷൊർണൂറാണുള്ളത്. 7 പ്ലാറ്റ്ഫോമാണ് ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഭക്ഷണങ്ങളായിട്ട് കഴിക്കാനൊക്കെ. പണ്ട് മുതലേ എൻ്റെ ഫേവറേറ്റ് ഉഴുന്നോടെയും ചട്നിയാണ്. അത് എല്ലാ റെയിൽവേ സ്റ്റേഷനിൽ പോയാലും അവിടെ കിട്ടാന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കും, കാരണം അത്രയ്ക്ക് രസമാണത്. ഇപ്പോൾ വണ്ടി ഷൊർണൂർ മെല്ലെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷൊർണൂർ കഴിഞ്ഞാൽ പിന്നെ പാലക്കാട്, ഒറ്റപ്പാലം, പാലക്കാട് അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഈരോട് വരെ പോവും. ഇപ്പോഴും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ട്രെയിനിൽ. ഇന്ന് ശനിയാഴ്ച അല്ലേ, വീക്കെൻഡ് ദിവസമായതുകൊണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അതിന് മുകളിലൊക്കെ ആൾക്കാർ കയറിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ട്രെയിനിൽ. ഏകദേശം പാലക്കാടൊക്കെ കഴിഞ്ഞപ്പം ട്രെയിൻ ഒന്ന് എന്താ പറയുക, അത്ര വലിയൊരു തിരക്കൊന്നും ഇല്ല. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ഇരിക്കണത് ശരിക്കും ഡേഞ്ചറാണ് കേട്ടത്. ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. അതായത് കേരളം വിട്ടിട്ട് ഈ ട്രെയിന് ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ നിർത്തിയ സ്റ്റോപ്പ്, അതായത് പോത്തന്നൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ. ഇതിന് മുമ്പ് നമ്മൾ കേരളത്തിൽ പാലക്കാടായിരുന്നു ലാസ്റ്റ്, ഇപ്പോൾ തമിഴ്നാട്ടിൽ ഫസ്റ്റ് പോത്തന്നൂർ. ഇത് കഴിഞ്ഞിട്ട് തിരുപ്പൂർ, അത് കഴിഞ്ഞിട്ടാണ് ഈരോട് ഇറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് മാറിക്കയറാനുള്ള പ്ലാനാണ്. അങ്ങനെ പോത്തന്നൂരിൽ നിന്നും നമ്മൾ മെല്ലെ വണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തിരുപ്പൂരാണിട്ടുള്ളത്. തിരുപ്പൂർ ഏകദേശം അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഇവിടെ. ഈ റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. കണ്ട, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ഈരോട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളിവിടെ വന്ന ട്രെയിന്, മംഗലാപുരം MGR ചെന്നൈ സെൻട്രൽ മെയിലാണത്. ഇപ്പം നമ്മളത് ഒരു അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് പോകുന്നത്, ഒരു റെയിൽവേൻ്റെ താഴെ കൂടെ. അതായത് ഈരോട് ഇവിടെ നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ ഇങ്ങനെ താഴെ കൂടെ വേണം പോകാൻ. മേൽപ്പാലത്തിന് പകരം അണ്ടർപാസ്, അത് ഇഷ്ടപ്പെട്ടിട്ടാണ്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് എസ്കലേറ്റർ കയറി മേലെ പോവാണ്. എസ്കലേറ്ററൊക്കെ ഉണ്ട് ഇവിടെ. അടിപൊളി സ്റ്റേഷനാണ് കേട്ടോ ഈ ഈരോട് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് 2 മണിക്കൂർ യാത്രയാണ് തിരുച്ചിറപ്പള്ളിക്കുള്ളത്. അപ്പോൾ അതുവരെ ഒരു 45 മിനിറ്റോളം നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ ഈ റോഡ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ട ഒരുപാട് പെട്ടികൾ, ഇതൊക്കെ ഈ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റുമാരുടെ സാധനങ്ങളാണ്. അതൊക്കെ അവരിങ്ങനെ പെട്ടിയിലേക്കാണ് പോകല്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ ഈറോഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, അവിടുത്തെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറങ്ങിയിട്ട് അവിടുന്ന് താഴെ കൂടെ അണ്ടർപാസ് വഴിയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ അണ്ടർപാസ് കണ്ടത്. ഇപ്പോൾ നല്ല വൃത്തിയുള്ള അണ്ടർപാസ് ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരുച്ചിറപ്പള്ളിക്കുള്ള വേറെ ട്രെയിൻ മാറിക്കയറണം. ട്രെയിൻ വരാൻ ഒരു അരമണിക്കൂർ കൊണ്ട് ടൈം എടുക്കും. അപ്പോൾ നമ്മളിവിടെ ഈറോഡ് ജംഗ്ഷനിൽ, അതായത് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഒരുപാട് നമ്മുടെ ഇവിടുത്തെ തമിഴുകാരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ട്രെയിനിപ്പോൾ 2 മണിക്കൂർ ലേറ്റാണ് കേട്ടോ. 2 മണിക്കൂർ ഡിലേ ആണ് നമ്മുടെ ട്രെയിന്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കണം. ഇവിടെ കണ്ട ഒരുപാട് ആൾക്കാർ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ ട്രെയിൻ വന്നിട്ടുണ്ട്. ഈ ട്രെയിനിലാണ് നമ്മൾ ഇനി തിരുച്ചിറപ്പള്ളിക്ക് പോകുന്നത്. ഇതിലും സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ് ട്രെയിനിൽ.
പക്ഷെ ഒരു ഡിഫറൻ്റ് ഉണ്ട്. ഇതിൽ കണ്ട നിലത്തൊക്കെയാണ് ഓരോരുത്തർ കിടന്ന് ഉറങ്ങണത്. തമിഴ്നാടൊക്കെ എത്തില്ലേ, അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആണെന്നും പെണ്ണെന്നൊന്നും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ചാണ് താഴെ ഇങ്ങനെയൊക്കെ എടുക്കണത്. അങ്ങനെ നമ്മൾ തിരുച്ചിറപ്പള്ളിയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 5:15 ഇവിടെ പുലർച്ചെ. ഇപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. 2 മണിക്കൂർ നമ്മളെ ട്രെയിന് ഈറോഡിൽ നിന്ന് ഡിലേ ആയിരുന്നു. ഇപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. തിരുച്ചിറപ്പള്ളി, ഇത് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ തൃഷ്ണാപ്പള്ളിയിൽ നിന്ന് തിരുച്ചിറപ്പള്ളി, അങ്ങനെ പല പേരുമുണ്ട്. പക്ഷേ ഷോർട്ടാക്കിങ്ങാണ്ട് തൃച്ചി എന്ന് വിളിക്കും. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെ പറയാം, തൃച്ചിയിൽ. റെയിൽവേൻ്റെ മുമ്പിലൊക്കെ വലുതാക്കി ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്, തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് റെയിൽവേൻ്റെ ഔട്ട് സൈഡ്. അങ്ങനെ നമ്മളൊരു ബസ് കയറിയിട്ടാണ്. ഇപ്പോൾ ബസ് കയറിയിട്ട് ചതിരം ബസ് സ്റ്റാൻഡ് എന്നാണ് ഇവിടെ പറഞ്ഞത്, അവിടെ പോയി ഇറങ്ങണം. ചതിരം എന്നാണ് ബസ് സ്റ്റാൻഡിൻ്റെ പേര്, പക്ഷേ പൊതുവെ എല്ലാവരും വിളിക്കൽ ചത്രം എന്നാണ്. അപ്പോൾ ആ ചത്രം ബസ് സ്റ്റാൻഡിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് സമ്മയിപുരം എന്ന് പറയുന്ന വേറൊരു സ്ഥലത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ ചത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് നമ്മൾ വേറെ ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരുപാട് പച്ചക്കറിൻ്റെ സ്ഥലങ്ങളാണ് കേട്ടത്. ഇത് കണ്ട പച്ചക്കറിയൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഫുള്ള്. ഒരു എന്താ പറയുക, ഒരു ഗ്രാമമാണ് കേട്ടോ ഇവിടെ. സിറ്റിയിലൊന്നല്ലത്, ഇതൊക്കെ കുറച്ച് ഗ്രാമത്തിലാണ്. അതൊക്കെ ഫുള്ള് പച്ചക്കറി ഹോൾസെയിൽ. ഇപ്പോൾ സമയം 6 മണി ആയിട്ടുള്ളൂ. നേരം ഇങ്ങനെ വെളുത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇതിന് ഇവിടുത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഗ്രാമം കൃഷിൻ്റെ സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ബസ് ചെറിയ കുണ്ടും കുഴി പോലും ഇവർ ബ്രേക്കൊന്നും ചവിട്ടണില്ല, സ്പീഡിൽ അങ്ങോട്ട് പോവാണ്. ഇവിടെ മലൻ്റെ മേലെ ഒരു എന്താ പറയുക, ഒരു ക്ഷേത്രമുണ്ട്. പക്ഷെ ഇവരതിന് കോവിൽ എന്നാണ് പറയൽ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വേറെ ബസ് കയറിയിട്ടുണ്ട്. അതായത് ഈ ചത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ വേറൊരു ബസ് കയറിയിട്ടുണ്ട്. ഈ ബസ് നോക്കിയാൽ ഫുള്ള് ലൈറ്റും സ്പീക്കറും പാട്ടൊക്കെ ഭയങ്കര സൗണ്ടാണ്. ഇവിടെ ഒരു പ്രതിമ ഉണ്ട്. അത് MGR ആണോ അണ്ണാദുരൈയാണോ ആരാണോ അത്ര കറക്റ്റായിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ നമ്മളങ്ങനെ സമ്മയിപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരുച്ചിറപ്പള്ളി ചത്രം ബസ് സ്റ്റാൻഡിൽ നിന്ന്. തമിഴ്നാട്ടിലെ വളരെ അറിയപ്പെട്ടൊരു നദിയാണ് ഇത്. കാവേരി നദി ഒഴുകുന്ന സ്ഥലമാണ്. പക്ഷെ നോക്കിയാണ് ഇപ്പോൾ വെള്ളമൊന്നുമില്ല, ഫുള്ള് വറ്റി വരണ്ട് കിടക്കാണ്. കാവേരി നദി, അവിടെ ഒരു പാലൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളം തീരെ ഇല്ല മഴയൊക്കെ പെയ്യുമ്പോൾ. പിന്നെ അടുത്തതാണ് കൊള്ളിലം എന്ന് പറയുന്ന നദിയാണിത്. ഇതും അതേ അവസ്ഥ തന്നെയാണ്, വെള്ളമില്ല, ഫുള്ള് വറ്റി വരണ്ട് കിടക്കാണ്. മണ്ണ് കാണുന്നുണ്ട്. ഇതൊന്നും നദിയാണെന്ന്, മുമ്പ് നദിയായിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അതാണിപ്പോൾ അവസ്ഥ. അല്ല, അടിപൊളി പാലാണ് കേട്ടത്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം സമ്മയിപുരം എത്താനായിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ നമ്മളെ കല്യാണ പരിപാടിയൊക്കെ നടക്കുന്ന വീടും ഓഡിറ്റോറിയം ഒക്കെ അവിടെ ആണുള്ളത്. അവിടെയൊക്കെ നമ്മളിപ്പോൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ സ്ഥലത്ത് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, സമ്മയിപുരം എന്ന് പറയുന്ന സ്ഥലത്ത്. ഇതാണ് നമ്മൾ വന്ന ബസ്. ഇവനാണ് ഇപ്പം നമ്മളെ കൂട്ടാൻ വന്നിട്ടുള്ള ആൾ. ഇവന് നമ്മളെ കൂട്ടുകാരൻ്റെ, അതായത് നമ്മളെ കല്യാണ ചെക്കൻ്റെ ഫ്രണ്ടാണ് ഇവൻ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലത്തെ നാസ്ത കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. ഇവിടെ വാഴൻ്റെ ഇലയിലാണ് നമ്മൾ രാവിലെ നാസ്ത കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയാണ് ദോശ ഉണ്ടാക്കുന്ന സ്ഥലം. കാരണം അവർ ലൈവായിട്ടാണ് ദോശ, പൂരി. അപ്പോൾ നമ്മൾ ദോശയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചട്നി വന്ന്, പിന്നെ നമ്മൾ ചട്നീൻ്റെ കൂടെ വേറെ എന്താ ഉള്ളത്, ചട്നി അല്ലാതെ ചട്നി മാത്രമേ ഉള്ളൂ. ഉണ്ട് കേട്ടാ. അത് അച്ചാറല്ല, ഒരു ചുവപ്പ് ചട്നി, പിന്നെ സാമ്പാർ. സംഭവം നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ, നല്ല നാടൻ ദോശ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി പോവാണ്, ഡ്രസ്സൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. ഇവിടെ കണ്ട രാവിലെ തന്നെ ഇവർ എന്താ പറയുക, ഇതിന് കോലം വരക്കാന്ന്, കറക്റ്റ് പേരെന്നത് എനിക്കറിയില്ല. അങ്ങനെപ്പോൾ നമ്മൾ ഫ്രഷ് ആകാൻ വന്ന റൂമിൻ്റെ മേലെ നിന്നുള്ള വ്യൂ ആണിത്. അവിടെയൊക്കെ കോലം വരക്കുന്നുണ്ട്. കോലം വരക്കുന്നതല്ല അതിൻ്റെ പേര്, അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതാ ഇവിടെ പശുക്കൾ ഒക്കെ ഉണ്ട് കേട്ടോ. പശുവാണോ കാളാണോ എന്നറിയില്ല. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കല്യാണ ഓഡിറ്റോറിയത്തേക്ക് പോവാണ്. ഇവിടെ രാവിലെ 9 മണിക്കാണ് മുഹൂർത്തം. അപ്പോൾ അതിന് മുമ്പ് ഓഡിറ്റോറിയത്തിലെത്തണം. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ഈ വണ്ടിയിലാണ് ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് ആദ്യം ക്ഷേത്രത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്നാണ് പിന്നെ ഓഡിറ്റോറിയത്തേക്ക് പോകുന്നത്. ചെട്ടിക്കുളം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഫുള്ള് എന്താ പറയുക, സിറ്റി ഒന്നല്ലത്. സിറ്റിയിൽ നിന്നൊക്കെ എത്രയോ ഉള്ളോട്ടേക്കാണ്, ഗ്രാമങ്ങളാണ് ഫുള്ള്. ഇവിടെ വലിയൊരു ടോൾ ബൂത്ത് ഉണ്ട്, തിരുച്ചിറപ്പള്ളി ടോൾ ബൂത്ത്.
ചെറുതൊന്നല്ല ഇട്ടത്, അത്യാവശ്യം നല്ല വലിയൊരു ടോൾ ബൂത്ത് തന്നെയാണ്. നല്ല വലിപ്പമുണ്ടത്. പക്ഷെ നമ്മുടെ കാറിന് ഫാസ്റ്റ് ടാഗ് ഉണ്ടായതുകൊണ്ട് നമുക്ക് കടന്നു പോവാം. അതിനിപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, നല്ല രസമുള്ള സ്ഥലത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ രണ്ട് സൈഡിലും ഫുള്ള് മരങ്ങളാണ്, മരങ്ങൾ. നല്ല വൈബാണ് കേട്ടോ. രാവിലെ തന്നെ അവിടെ ദൂരൊരു മലയൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ആ മലേൻ്റെ മേലെ ആയിരിക്കുമോ നമ്മൾ പോകണ്ടേ? അവിടെ ഒന്നാവില്ല, മല കുറച്ചും കൂടി അടുത്തായിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 25 കിലോമീറ്ററാണ് അപ്പുറത്താണ് നമ്മൾ ഈ പറയുന്ന സ്ഥലമുള്ളത്. ഇതാണ് ആ മല, നമ്മൾ അവിടെ നിന്ന് കണ്ട്. ഫുള്ളും മരങ്ങളാണതിൽ. തമിഴ്നാട് തിരുച്ചിറപ്പള്ളി. നമ്മളവിടെ നിന്ന് മെയിൻ റോട്ടിൽ നിന്ന് വേറെ ഉള്ളോട്ടേക്കുള്ളൊരു റോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല എന്താ പറയുക, ഉള്ളോട്ടുള്ള റോഡാണെന്നല്ല, നല്ല ഒരു ഹൈവേ അല്ല, പക്ഷെ നല്ല റോഡാണ് കേട്ടോ. ഇത് കണ്ട രണ്ട് സൈഡ് ഫുള്ളും മരങ്ങൾ, രണ്ട് സൈഡത്തെ മരങ്ങൾ ഇങ്ങനെ മുട്ടി നിൽക്കണ മാതിരി ഉണ്ടല്ലേ കണ്ടിട്ട്. ആ മല, നമ്മളവിടെ നിന്ന് കണ്ട മലയാണിത്. നല്ല കിടിലം വൈബാണ് കേട്ടോ, മരങ്ങൾക്കിടയിലൂടെ. അതിനിപ്പം നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ, അതായത് ഇവർ താലികെട്ടുന്ന ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് എത്തണം, ആ കാണുന്ന ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തണം. നമ്മൾ മലൻ്റെ മേലെ അവിടേക്കാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വനപ്രദേശമല്ല, പക്ഷെ കാടാണ് ഫുള്ള്. വണ്ടികളൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതാണ് ഇവിടുന്ന് താഴേക്കുള്ള വ്യൂ ആണത്. ഇവിടെ വലിയ വീടാണോ ഗോഡൗണാണോ എന്താണെന്ന് അറിയില്ല. ഇതാണ് സ്ഥലം, ഇതാണ് ആ ക്ഷേത്രം അല്ലെങ്കിൽ കോവിൽ. ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ട് ഇവർ. ഈ കല്യാണ ആവശ്യത്തിനുള്ള പൂച്ചെണ്ട്, പിന്നെ അതുപോലെ തന്നെ തേങ്ങ, അങ്ങനത്തെയൊക്കെ. ഇവിടെ ഒരുപാട് കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ, ചെറുതും വലുതുമൊക്കെ. അത് കണ്ട. പക്ഷെ നമ്മളിവിടെ എത്തുമ്പോഴത്തേനേ ഇവരെ താലികെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. നമ്മൾ കുറച്ച് ലേറ്റായി പോയി. അവർ രണ്ടുപേരാണ്, ചെക്കനും പെണ്ണാണ് നടന്നു പോണത്. കാർത്തിക് എന്നാണ് നമ്മളെ ചെക്കൻ്റെ പേര്. ഇതാണ് ക്ഷേത്രം. പക്ഷെ നമ്മൾ അവരെ താലികെട്ട് കഴിഞ്ഞു പോയി. ഇതാണ് ഈ ഒരു മലൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ. ഇതൊക്കെ നമ്മളെ കാർത്തികിൻ്റെ കൂട്ടുകാരാണ്, ഇവിടുത്തെ കൂട്ടുകാരാണ് ഇവരൊക്കെ. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. പക്ഷെ ഇവിടെ മഴയില്ല, വെയിലാണ്. ഇതാ ചെക്കനും പെണ്ണാണ് ഈ നടന്നു വരുന്നത്. താലികെട്ട് കഴിഞ്ഞ പോലെ നമുക്കൊരു പ്രസാദം തന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബിരിയാണി, വെറൈറ്റി ബിരിയാണി, തമിഴ്നാടൻ ബിരിയാണിയാണത്. മലമുകളിൽ നിന്നുള്ള വ്യൂ നമ്മൾ ഒരിക്കലും കൂടി അതൊക്കെ കാണുന്നതൊക്കെ വീടുകളാണ്. ഒരുപാട് വിശ്വാസികൾ വന്ന് ഇവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പം നല്ല കോവിൽ കേട്ടോ, നല്ല അടിപൊളി. കരിങ്കല്ലുകൊണ്ടൊക്കെയാണ് കൂടുതലായിട്ടും ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതിൻ്റെ അകത്തൊക്കെ. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിനിപ്പോൾ ഓഡിറ്റോറിയത്തേക്കാണ് പോകുന്നത്. ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഓഡിറ്റോറിയം, ചെറിയൊരു ഓഡിറ്റോറിയം കേട്ടോ. അപ്പോൾ അതാ ചെക്കനും പെണ്ണും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ട് അതാ ബലൂണൊക്കെ കെട്ടിങ്ങാണ്ട് വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. നമ്മളിവിടെ സദ്യ കഴിക്കാൻ കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇലകളൊക്കെ വിരിച്ചിട്ടുണ്ട് ടേബിളിൽ. കുറച്ച് പേരുള്ളൂ. നമ്മളെ നാട്ടിലത്തെ പോലെ ഒരുപാട് ആൾക്കാരെ വിളിച്ചുള്ള കല്യാണമൊന്നുമില്ല. ചെറിയ കല്യാണം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെയാണ്. കല്യാണത്തിന് കുറച്ച് പേരെ വിളിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വാഴൻ്റെ ഇലയൊക്കെ വെച്ചിട്ടുണ്ട്. ഫുഡ് കാത്തിക്കാണ് ഇപ്പോൾ. ഇല വിരിച്ചാണ് നമ്മളിങ്ങനെ കാത്തിക്കാണ് ഫുഡിന്. ഇപ്പോൾ അതാ വെള്ളം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് എത്തിയിട്ടുണ്ട്. ബിരിയാണിയാണ്. ബിരിയാണി, പിന്നെ അച്ചാറുണ്ട്, ഉപ്പേരി, പിന്നെ അതേപോലെ കച്ചമ്പറുണ്ട്. പപ്പടത്തിൻ്റെ വലിപ്പം നോക്കി വലിയ പപ്പടം, പായസവും എല്ലാം സെറ്റാണ്. പിന്നെ അവിടെ പരിപാടിയൊക്കെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് മേലക്കരപ്പോൾ ഇവിടെ പെണ്ണും ചെക്കനും കൂടി സ്റ്റേജിലിരിക്കുകയാണ്. പക്ഷെ അവിടെ DJ പരിപാടിയൊക്കെ തുടങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നത്. DJ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ കണ്ട DJ പരിപാടിയൊക്കെ സെറ്റാക്കുന്നുണ്ട്. പക്ഷെ അതിന് മാത്രമല്ല, ഡാൻസ് കളിക്കാനുള്ള ആരും ഇവിടെ കാണുന്നില്ല. ഇവിടെയൊക്കെ ഉള്ളത് ഫുള്ള് പ്രായമുള്ള ആൾക്കാരാണ്. പിന്നെ അവരെന്തിനാണ് ഇവിടെ വെച്ചിരിക്കണത്? ചിലപ്പോൾ ഉണ്ടാവും പെണ്ണിൻ്റെ ചെക്കൻ്റെ ആരെങ്കിലുമൊക്കെ ഫ്രണ്ട്സുകളുണ്ടാവും. ഡാൻസ് തുടങ്ങിയിട്ടുണ്ട്. പെണ്ണും ചെക്കനും അവരുടെ ഫ്രണ്ട്സൊക്കെ. വാവ്, DJ ലൈറ്റൊക്കെ കത്തിച്ചാണ്ട് ഒരു മിനി, നമ്മൾ ഈ
പബ്ബിലൊക്കെ പോയാൽ എങ്ങനെ അതേപോലത്തെ പരിപാടി. ഇവിടുത്തെ 2 തമിഴ് ചെക്കന്മാരത് അവിടെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നത്. തമിഴന്മാരെല്ലാണെങ്കിലും ഡാൻസ് കളിക്കാൻ അടിപൊളിയാണ്. ചെറിയ ഹാളാണ്, വലുതൊന്നുമില്ല, ഒരു ചെറിയ ഹാള്. ഇനിയിപ്പോൾ അടുത്തത് ഫോട്ടോ അടി പരിപാടിയാണ്. അങ്ങനെ ചെക്കൻ്റെ കൂടെയൊക്കെ എല്ലാവരും നിന്ന് ഫോട്ടോ അടിച്ച് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഓഡിറ്റോറിയത്തിൻ്റെ പേര്. തമിഴായതുകൊണ്ട് എനിക്കറിയില്ല എന്താണ്. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇവിടുത്തെ കല്യാണത്തിനൊന്നും അങ്ങനെ കാണുന്നില്ല. വളരെ സൈലൻ്റാണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടാ. കല്യാണമൊക്കെ നമ്മളെ നാട്ടിലത്തെ അത്ര വലിയ കല്യാണമൊന്നുമില്ല, ചെറിയ കല്യാണമാണ് ഇവിടുത്തെ. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇനി തിരിച്ച് നാട്ടിൽ തന്നെ പോവുകയാണ്. പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മൾ കോയമ്പത്തൂർക്ക് ബസ്സിന് പോകും. അതായത് ഇവിടെ തൊട്ടടുത്തുള്ള ഈ തിരുച്ചിറപ്പള്ളിയിലത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് കോയമ്പത്തൂർക്ക് ബസ് കയറും. 4 മണിക്കൂറാണ് ഇവിടുന്ന് കോയമ്പത്തൂർക്കുള്ള ദൂരം. കോയമ്പത്തൂരിൽ നിന്ന് ഒരു 8 മണിക്ക് നമ്മളെ നാട്ടിലേക്ക് ട്രെയിൻ ഉണ്ട് താനൂർക്ക്. അപ്പോൾ ആ ട്രെയിനിന് പോകാനുള്ള പരിപാടിയാണ്. രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ നാട്ടിലെത്തും. അപ്പോൾ അതാണ് പ്ലാൻ. അങ്ങനെ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ഇത് ഈ തിരുച്ചിറപ്പള്ളിയിലെ യദുമലൈ എന്ന് പറയുന്ന സ്ഥലമാണിത്. എല്ലായിടത്തും കൃഷിയാണ് ഇവിടെ. ചെറിയ ഉള്ളി കൃഷിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. കൂടുതലല്ല, ഞാൻ ഇവിടെ കണ്ടതെല്ലാം അതുതന്നെയാണ്. ചെറിയ ഉള്ളിൻ്റെ കൃഷി മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ എല്ലായിടത്തും ആ കാണുന്ന പറമ്പ് അതാ ഇവിടെയൊക്കെ കാണുന്നത് ചെറിയ ഉള്ളിയാണ്. ചിന്ന വെങ്കായം എന്നാണ് ഇവർ തമിഴ് പറയൽ. അത് കണ്ട അവിടെ ഓലറ്റ് മൂടിട്ടിക്കണൊക്കെ ചെറിയ ഉള്ളിയാണ് ഇവിടെ എല്ലായിടത്തും. അങ്ങനെ നമ്മളിപ്പോൾ തിരുച്ചിറപ്പള്ളിക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. അപ്പോൾ ബസ് കയറുന്നത് വരെ നമ്മൾ കാറിലാണ് വന്നത് ഈ ബസ് സ്റ്റോപ്പിക്ക്. അപ്പോൾ ബസ് കയറിയിട്ടുണ്ട്. ഗ്രാമത്തിലൂടെയാണ് നമ്മൾ പോണത് കേട്ടോ, സിറ്റിയൊന്നുമല്ല. നല്ല രസമുള്ള യാത്ര. 2 സൈഡിലും ഫുള്ള് കൃഷികളും മരങ്ങളും പച്ചപ്പൊക്കെ നിറഞ്ഞ സ്ഥലം. ഇതൊരു വൈബ് തന്നെ കേട്ടോ. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കട്ട് റോഡാണ്. അതായത് പൊട്ടിപ്പൊളിഞ്ഞ റോഡ്. 2 സൈഡ് ഫുള്ള് കാട്. ഇതിൻ്റെ മോനൊരു രക്ഷയില്ല കേട്ടത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു വൈബ്. നമുക്ക് വേണമെങ്കിൽ ഒരു ബസ് ട്രെക്കിംഗ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്രയ്ക്കും അങ്ങനത്തെ ഒരു ഫീല്. അങ്ങനെ നമ്മൾ രാവിലെ ബസ് കയറിയ അതേ ചത്രം ബസ് സ്റ്റാൻഡിൽ തന്നെ നമ്മളിപ്പോഴും വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് കോയമ്പത്തൂർക്കുള്ള ബസ് കയറുന്നുണ്ട്. അപ്പോൾ ബസ് കാത്ത് നിൽക്കുകയാണ് നമ്മൾ. ഇവിടെ നിന്നാണ് ബസ്. ഇതാണ് ചത്രം ബസ് സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്. ഇവിടെ ഒരുപാട് ഈ പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെയിപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ബസ് തിരഞ്ഞ് നടക്കുകയാണ്. സ്റ്റേഷനിലല്ല, ബസ് സ്റ്റാൻഡിലല്ല, സ്റ്റാൻഡിൻ്റെ പുറത്താണ് ബസ് വരാം. ആ ബസ് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ ബസ് കയറിയുണ്ട് കേട്ടോ കോയമ്പത്തൂർക്കുള്ള. ഇപ്പോഴാണ് നമുക്ക് ബസ് കിട്ടിയത്. അങ്ങനെയിപ്പോൾ ബസ്സിൽ ഈ ഇവിടുത്തെ സീറ്റ് കിട്ടിയതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അത്ര പറ്റുന്നില്ല. എങ്കിലും അങ്ങനെ നമ്മൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് കോയമ്പത്തൂർക്ക് പോവാണ്. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് 5 മണിക്കൂറാണ് കോയമ്പത്തൂർക്കുള്ള ബസ് യാത്രേൻ്റെ സമയം. ഇവിടെ നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേനും എത്രയോ ലോങ് ഓടിക്കണം നമ്മൾ. ഒരു ചായ കുടിക്കാൻ നിർത്തിയാണ് കേട്ടാ. കപ്പിൻ്റെ വലുപ്പം, ചെറിയ കപ്പ് ചായ, 15 ഉറുപ്പ്യ ഒരു ചായക്ക്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയാണ്. സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയില്ല. ഇതാണ് ചായക്കട, ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ നമ്മുടെ ഫോണിലെ ചാർജ് കുറവാണ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പവർ ബാങ്ക് ഓഫായി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് അടിക്കണം. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.